ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിലുണ്ടായ നവീകരണ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ഒരു ജനമായി നീങ്ങുന്ന സമൂഹത്തെ രൂപവൽക്കരിക്കാൻ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ ആരംഭ കാലം മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനായി ദൈവം ഉപയോഗിച്ചത് കരിസ്മാറ്റിക് നവീകരണത്തെ വലുതെന്ന് കണ്ട് ഇതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ധാരാളം വൈദികരെയും സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയുമാണ്. കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ച കാലം മുതൽ അതിനെ ദിശാബോധത്തോടെ നയിക്കാൻ ദൈവം നിയോഗിച്ചിരുന്നത് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന KSTയെയാണ്. കേരള സർവീസ് ടീം എന്ന പേരിൽ ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറു സമൂഹം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ എന്നും ആഴമായ ആധ്യാത്മിക അനുഭവത്തിൽ നയിക്കാൻ പരിശ്രമിച്ചിരുന്നു. അങ്ങനെ കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ച KST ചെയർമാന്മാരെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് മോസസ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ തൻ്റെ അനുഭവങ്ങളുമായി നമ്മുടെ മുൻപിലെത്തുന്നത് 1998 മുതൽ 2001 വരെ KSTയുടെ ചെയർമാനായിരുന്ന താമരശ്ശേരി രൂപതാംഗമായ ബഹുമാനപ്പെട്ട സൈമൺ വള്ളോപ്പിള്ളിയച്ചനാണ്. തൻ്റെ ശാന്തമായ പ്രകൃതം കൊണ്ടും ആഴമായ ദൈവാനുഭവം കൊണ്ടും കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് വ്യക്തമായ അർത്ഥവും വ്യാപ്തിയും പകർന്നു നൽകാൻ ഏറെ ശ്രദ്ധിച്ച സൈമൺ വള്ളോപ്പിള്ളിയച്ചൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നതിനായി ഏവരെയും മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് കേരള കരിസ്മാറ്റിക് സമൂഹത്തെ കരം പിടിച്ചു നടത്തിയ ഒരു വൈദികൻ. ഇത് 1998 മുതൽ 2001 വരെ KSTയുടെ തണലായിരുന്ന ഫാദർ സൈമൺ വള്ളോപ്പിള്ളിയച്ചൻ തികഞ്ഞ ശാന്തതയോടെ, അതിലേറെ പക്വതയോടെ നവീകരണ സമൂഹത്തിനെ കാലിടറാതെ തിരുസഭയുടെ നെഞ്ചോട് ചേർത്തുപിടിച്ച് ചൂടു നൽകിയ ഇടയൻ. നവീകരണം എന്നത് ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ അതിൻ്റെ സന്തത സഹചാരിയായി ഉറച്ച നിലപാടുകളോടെ വ്യാപരിക്കുന്ന വൈദികൻ. ഇപ്പോൾ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വള്ളോപ്പിള്ളിയച്ചൻ നവീകരണ സമൂഹത്തിൻ്റെ കൂടെ നടക്കുന്ന അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. 1998, 2001 കാലഘട്ടത്തിൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ വളരെ വ്യക്തതയോടെയും ദിശാബോധത്തോടെയും നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈമൺ വള്ളോപ്പിള്ളിയച്ചനെ, അച്ഛൻ്റെ അനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ചില ഓർമ്മകളും കേരളത്തിലെ സമൂഹത്തോട് പങ്കുവയ്ക്കാനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ്. സൈമൺ അച്ഛനെന്നും വള്ളോപ്പിള്ളിയച്ഛനെന്നും ഒക്കെ ധാരാളം മനുഷ്യർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നയാളാണ് വള്ളോപ്പിള്ളിയച്ഛൻ അല്ലെങ്കിൽ സൈമൺ അച്ഛൻ. പക്ഷേ അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ചുരുക്കമായിട്ട് അച്ഛൻ്റെ ഒരു ബാല്യകാല ജീവിതവും അതുപോലെ തന്നെ അച്ഛൻ്റെ സെമിനാരി പ്രവേശന കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. അച്ഛൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച്, അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ജനിക്കുന്നത് പാലാരൂപതയിൽ കുടക്കച്ചിറ ഇടവയിൽ. ഞാൻ 1947 ഒക്ടോബർ മാസത്തിലാണ് ജനിക്കുന്നത്. ഒക്ടോബർ 26 ജന്മദിനം. ഞങ്ങൾ അപ്പനും അമ്മയും പിന്നെ ഞങ്ങൾ 6 സഹോദരങ്ങളാണ്. പിന്നെ ഞങ്ങൾ 3 സഹോദരന്മാരും 3 സഹോദരിമാരുമാണ്. എൻ്റെ ഏറ്റവും മൂത്ത ഒരു ജ്യേഷ്ഠൻ, അദ്ദേഹം വീട്ടിലുണ്ട്, അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ അച്ഛനാണ്, മാനന്തവാടി രൂപതയിലാണ്.
പിന്നെ എൻ്റെ മൂത്ത ഒരു പെങ്ങൾ ഈ അടുത്ത കാലത്ത് മരിച്ചു. കല്യാണം കഴിച്ച് 6 മക്കളുണ്ട്. പിന്നെ ഇളയ 2 സഹോദരിമാരുണ്ട്. ഒരാൾ തലശ്ശേരി നിർമ്മലഗിരി കോളേജിൽ റിട്ടയർ ചെയ്ത് അവിടെ വന്ന്, ഇളയ പെങ്ങൾ മദ്രാസിൽ റെയിൽവേയിൽ ജോലി ചെയ്യുക. അവിടെ അച്ഛൻ പാലാ രൂപതയ്ക്ക് വേണ്ടിയാണോ അച്ഛനായത് അതോ? ഇല്ല, തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി അച്ഛനായതാണ്. അന്ന് ദൈവവിളികൾ തലശ്ശേരി വളരെ കുറവായിരുന്നതുകൊണ്ട് പാലാ രൂപതയിൽ നിന്ന് ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നൊക്കെയാണ് അന്ന് ദൈവവിളി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ അവിടെ നിന്ന് തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ട് 963 തലശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്നതാണ്. അപ്പോഴും അച്ഛൻ്റെ വീട് ഒക്കെ പാലായിൽ തന്നെ? വീടും വീട്ടുകാരും എല്ലാം പാലായിൽ തന്നെയാണ്. അച്ഛൻ വൈദികനായ വർഷം 972 ജനുവരി മാസത്തിലാണ് 6-ാം തീയതിയായിരുന്നു എൻ്റെ തിരുപ്പട്ടം. അത് കുടക്കച്ചിറ വെച്ച് തന്നെയായിരുന്നു തിരുപ്പട്ടം. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെടുന്നത് ഇടവക വികാരി അച്ഛനായിരിക്കുമ്പോഴാണോ? ഞാൻ കാഞ്ഞങ്ങാട് ഭാഗത്ത് പനത്തടി പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴാണ്. ഞാനവിടെ 977 മുതൽ 83 വരെ അവിടെ വികാരിയായിരുന്നു, 4 വർഷം. അപ്പോൾ അതിനിടയ്ക്കാണ് നവീകരണവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ പോയി അവിടെ വാർഷിക ധ്യാനം കൂടി വെച്ച് വന്നപ്പോൾ പറഞ്ഞു, നമുക്കും ഇടവയിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം വെക്കാം, ഞങ്ങളൊരു ധ്യാനം കൂടി വരിക. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ആരാണ് ധ്യാനിപ്പിച്ചത്. ധ്യാനിപ്പിച്ചത് ഫാദർ അലക്സ് പയ്യമ്പള്ളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ അറിയുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വട്ടം വാങ്ങിച്ച ആളാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വിളിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഇടവയിൽ വിളിച്ച്, അദ്ദേഹമാണ് പനത്തടി ഇടവയിൽ ഒരു കൊച്ചിടവയായിരുന്നു, അവിടെ ധ്യാനം നടത്തി. ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു, ഇടവക ജനങ്ങളോടൊപ്പം അവരോടൊപ്പം പങ്കെടുത്തു. അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ചാണ് നവീകരണ ധ്യാനത്തെ പറ്റിയുള്ള അടുത്തുള്ള അനുഭവം എനിക്ക് വരുന്നത്. അദ്ദേഹം ആ ധ്യാനത്തിൽ ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്നെ ഇപ്പോഴും സ്പർശിക്കുന്നതാണ്. ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതാണ് എന്നെയും ആഴമായിട്ട് സ്പർശിച്ചത്. ദൈവം സ്നേഹിക്കുന്ന പിതാവാണ്. അപ്പോൾ ആ ഒരു അനുഭവം അച്ഛനിലൂടെയാണ് എനിക്ക് അത്ര ആഴമായിട്ട് അത് അനുഭവിക്കാൻ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം നവീകരണ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല മേഖലകളിൽ പോകാൻ ഇടവന്നിട്ടുണ്ട്. അച്ഛൻ്റെ അത് ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തെക്കുറിച്ച് പലർക്കും എതിർപ്പുള്ള ധാരാളം വൈദികരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛന് കരിസ്മാറ്റിക് നവീകരണത്തെ അച്ഛൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് ഇഷ്ടമായിരുന്നോ അതോ? അത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു, ഫാദർ തുരുത്തിമറ്റത്തിൽ അഗസ്റ്റിനച്ഛൻ. അപ്പം അച്ഛൻ, ഞാൻ കൊച്ചച്ഛനായിട്ട് ഇവിടെ താമരശ്ശേരി ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന് ധ്യാനം കൂടുന്നത് നല്ലതാണെന്ന്. അത് അംഗീകരിച്ചു, നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിടുകയായത്. അപ്പോൾ അതേപ്പറ്റി അന്നിങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട്. നല്ലതായിട്ടോ മോശമായിട്ടോ? അത് ബഹളമാണ്, ഒച്ചപ്പാടാണ്, പെന്തക്കോസ്ത് സ്റ്റൈലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു കേൾവി മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞ കേൾവി മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ പിന്നെ ട്രാൻസ്ഫർ വാങ്ങി കാഞ്ഞങ്ങാടേക്ക് പോയി. അവിടെ വെച്ചാണ് പിന്നെ ഇതുമായിട്ട് നേരെ ഏറ്റുമുട്ടുന്നത്. പിന്നീട് ആ ഒരു ധ്യാനം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഞങ്ങൾ ഇടവയിൽ ധ്യാനം നടത്തി, പല പ്രാവശ്യം ഇടവയിൽ ധ്യാനം നടത്തി. അന്ന് ബഹുമാനുണ്ട എഫ്രൈം പൊട്ടനാനീച്ചൻ പാണത്തൂർ പള്ളിയിൽ വികാരിയായിട്ട് വന്നു. അത് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇടവകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് പാണത്തൂരും പനത്തടിയിലും പല ധ്യാനങ്ങൾ നടത്തി. അന്ന് MSMI ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സ്, സിസ്റ്റർ ഡാഫിനി, സിസ്റ്റർ മാർഗരറ്റ്, അവരൊക്കെ ഈ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ധ്യാനവും അവർ കൗൺസിലിംഗ് നടത്തും, ക്ലാസ് നടത്തും. അങ്ങനെയാണ് ഈ ധ്യാനാനുഭവത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് പല പള്ളികളിലൊക്കെ പോയി ധ്യാനം നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി കോഴിക്കോട് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒന്ന് CJ വർക്കച്ചനെയൊക്കെ പരിചയപ്പെട്ടു, NRC ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ ഒരു പുതിയ ദിശയിലേക്ക് നവീകരണ അനുഭവം കടന്നു വന്നത്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ എന്ന പുണ്യപിതാവിൻ്റെ ദർശനങ്ങളും ആത്മീയ ചിന്തകളും വള്ളോപ്പള്ളി അച്ഛനിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ആത്മീയ ജീവിതത്തിൻ്റെ മൂല്യമേറിയ പൊരുളുകൾ മനസ്സിലാക്കുവാനും ദൈവാരൂപിയോട് പ്രത്യുത്തരിക്കുവാനും വർക്കിയച്ചനോടുള്ള അടുപ്പം വള്ളോപ്പള്ളി അച്ഛനെ ഏറെ സഹായിച്ചു.
സൈമണച്ചനെ ഞങ്ങൾ അറിയുമ്പം മുതൽ അച്ഛൻ വളരെ പക്വതയോടെ കരിസ്മാറ്റിക് നവീകരണത്തെ കാണുന്നയാളും അതുപോലെ തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൽ അങ്ങനെ ജീവിക്കുന്നയാളുമായിട്ടാണ് ഞങ്ങൾ കേരളത്തിൽ ധാരാളം ആളുകൾക്ക് സൈമണച്ചനെ മനസ്സിലായിട്ടുള്ളത്. അച്ഛന് കരിസ്മാറ്റിക് നവീകരണത്തിൽ നിലനിൽക്കാൻ അച്ഛന് ഇത്രയും കാലം അച്ഛൻ ഒരു കരിസ്മാറ്റിക് അച്ഛൻ എന്ന വണ്ണമാണ് അച്ഛൻ അറിയപ്പെടുന്നത്. കരിസ്മാറ്റിക് നവീകരണത്തിൽ നിലനിൽക്കാൻ അച്ഛനെ ആകർഷിച്ച കാര്യം എന്താണ്? അച്ഛനെ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് ആകർഷിച്ചത്? എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ ഒരു വൈദിക ജീവിതത്തിന് ഒരു കൂടുതൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ നവീകരണ അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ്. അതുവരെ ഞാൻ നല്ലൊരു വികാരിച്ചനായിരുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ ഇടവകയിൽ ചെയ്തിട്ടുണ്ട്, സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്, പല പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നവീകരണ ധ്യാന അനുഭവത്തിലേക്ക് വന്നപ്പോൾ പൗരോഹിത്യം കുറേ കൂടെ എൻ്റെ അനുഭവമായി തീർന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, കുമ്പസാരിപ്പിക്കുന്നത്, ദൈവവചനം പ്രഘോഷിക്കുന്നത്, ആളുകളുമായിട്ടൊന്ന് സംസാരിച്ച് അവരൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു വലിയ അനുഭവമായി തോന്നി. അപ്പോൾ അത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് വലിയ അർത്ഥം കൊടുത്തെന്നും അത് ഇന്ന് വരെയും ഞാനൊരു പുരോഹിതനായി ശുശ്രൂഷിക്കുന്നത്, അർത്ഥവത്തായി ശുശ്രൂഷിക്കുന്നത് ഇതുമൂലമാണെന്ന് എനിക്കൊരു അനുഭവം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ നിലനിന്ന് പോകാൻ ഇടയായി തീർന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ചോദ്യം കൂടി, അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില ഉദ്യമങ്ങൾ ആവശ്യമാണല്ലോ. ദൈവത്തോടുള്ള നമ്മുടെ സഹകരണം, അതുപോലെ എൻ്റെ ഒരു പടിപടിയായ വളർച്ച. നവീകരണത്തിൽ അച്ഛൻ ആദ്യം കരിസ്മാറ്റിക് ധ്യാനം കൂടി, അതേ തുടർന്ന് പിന്നീട് അച്ഛൻ ശുശ്രൂഷാതലത്തിൽ വളർന്നു, ധ്യാനങ്ങൾ നടത്താൻ അച്ഛൻ തുടങ്ങി, അച്ഛൻ നേതൃതലത്തിലേക്ക് വളർന്നു. അപ്പോൾ അച്ഛനിൽ ഞങ്ങൾ ഒരു പടിപടിയായ വളർച്ച കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കാണുന്നുണ്ട്. വളരണമെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ഒരു കരിസ്മാറ്റിക് വളർച്ചയിൽ വളരാൻ വേണ്ടി, വ്യക്തിപരമായിട്ട് വളരാൻ വേണ്ടിയും ശുശ്രൂഷയിൽ വളരാൻ വേണ്ടിയും അച്ഛൻ എടുത്ത ചില സ്റ്റെപ്പുകൾ, ചില പദ്ധതികൾ അതെന്തായിരിക്കണം? അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ അച്ഛൻ സ്വീകരിച്ച ചില മാർഗങ്ങൾ. വ്യക്തി ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബൈബിള് വായിക്കാനും സ്വന്തമായ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുമ്പസാരങ്ങളൊക്കെ വ്യക്തിപരമായ രീതിയിൽ കുമ്പസാരം കൂടുതൽ ഒരുങ്ങാനും നന്നായി കുമ്പസാരിക്കാനും ഒക്കെ റെഗുലറായിട്ട് അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തിപരമായ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സമൂഹം അച്ഛന് സ്വന്തമായിട്ട്, ഞാൻ ധാരാളം അച്ഛന്മാരും ലാൽമാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നെ വളർത്തിയത് അല്ലെങ്കിൽ ഞാൻ അംഗമായിരുന്നത് ഒരു പ്രാർത്ഥനാ സമൂഹത്തിലാണ്. അച്ഛൻ അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു എന്ന് പറയാൻ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മയുടെ ഭാഗമല്ല. ഇടവകയിൽ എനിക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ ആയിരിക്കുന്ന ഇടവകയിൽ? അതെ, ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഞാൻ സാധാരണ പോയി പങ്കെടുക്കുമായിരുന്നു. ഇരുന്ന ഇടവകളിലെല്ലാം തന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ധ്യാനം കൂടി വരുന്ന മനുഷ്യർ ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ക്രമമായിട്ട് വന്നുകൊണ്ടിരുന്നു. അച്ഛനും ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാനും ആ ഗ്രൂപ്പിൽ പോയി സംബന്ധിക്കുമായിരുന്നു. അവിടെ ഇടവയിൽ ധ്യാനം നടത്തും, അല്ലെ മറ്റു സ്ഥലങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടി വരുന്ന മനുഷ്യർ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് വരും. അപ്പം അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അവരോടാണ് ഞാൻ സാധാരണ ചേർന്നിരുന്നത്. പിന്നെ സർവീസ് ടീം തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പം കൂടുതൽ പ്രാർത്ഥിക്കാനും ഷെയർ ചെയ്യാനുമുള്ള അവസരങ്ങളൊക്കെ അങ്ങനത്തെ സംവിധാനങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ സർവീസ് ടീമുകളൊക്കെ ഒരുമിച്ച് വരുമായിരുന്നു. കൗൺസിലേഴ്സ്, അങ്ങനത്തെ കൂട്ടായ്മകൾ വരും. അപ്പോൾ ആ കൂട്ടായ്മകൾ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ പ്രാർത്ഥനയിൽ ചെലവഴിക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം വളർത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. കൂട്ടായ്മ എന്ന പദത്തിനർത്ഥം സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലുകളാണെന്ന് ബഹുമാനപ്പെട്ട സൈമൺ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ സ്നേഹം തമ്മിൽ തമ്മിൽ പുലർന്നാൽ മാത്രമേ ആത്മീയ അടിത്തറ ബലമുള്ളതാകൂ എന്നും സെഹിയോനിൽ കാലുകഴുകി ശിഷ്യന്മാരെ വിസ്മയിപ്പിച്ച ക്രിസ്തുവിൻ്റെ മാതൃകയാകണം ഓരോ സുവിശേഷ പടയാളിയും സ്വീകരിക്കേണ്ടത് എന്നും അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ നമുക്കറിയാമല്ലോ, കരിസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെട്ട് വളരെയേറെ വരദാനങ്ങൾ ഉപയോഗിച്ച ഒരു സ്ഥലം ആണ് വടക്കൻ മലബാർ സ്ഥലങ്ങളൊക്കെയാണ്. വരദാനങ്ങളിലൂടെ സമൂഹങ്ങൾ വളർന്നതും കരിസ്മാറ്റിക് നവീകരണത്തിൽ വരദാനങ്ങൾ ധാരാളം ഉപയോഗിക്കപ്പെട്ടതുമൊക്കെ ഒരു സ്ഥലമാണ് മലബാർ. അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണ ജീവിതത്തിൽ ഒരു പുരോഹിതൻ എന്ന വണ്ണം ഈ കരിസ്മാറ്റിക് വരങ്ങൾ
വളരാനും അത് ഉപയോഗിക്കാനും അച്ഛനെ കരിസ്മാറ്റിക് നവീകരണം സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അങ്ങനത്തെ ഈ വരദാനങ്ങളിൽ വളരാൻ കരിസ്മാറ്റിക് നവീകരണം അച്ഛനെ ഒരു വൈദികൻ എന്നവണ്ണം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് വരദാനങ്ങളിൽ? ഞാൻ ഇത് പറയുമ്പോൾ രണ്ട് കാര്യമാണ് ചിന്തിക്കുന്നത്. ഒന്ന്, അടിസ്ഥാനപരമായിട്ടുള്ള വരങ്ങളുണ്ട്. മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ദൈവവിളികളുണ്ട്. പൗരോഹിത്യം, സന്യാസം, അല്ലെങ്കിൽ വിവാഹ ജീവിതം, അല്ലെങ്കിൽ ഏകസ്വ ജീവിതം. അപ്പോൾ ആ വിളിയിൽ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു വിളിയാണ്. ആ വിളിയിൽ നിലനിൽക്കുവാനുള്ള വരങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ദൈവം മനുഷ്യർക്ക് ആദ്യം നൽകുന്നത്. അതിനുശേഷം മറ്റു വരദാനങ്ങളുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുക, അല്ലെങ്കിൽ സുവിശേഷം പഠിപ്പിക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, രോഗശാന്തി കൊടുക്കുക. അത് സഭയിൽ ഉള്ളവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ്സ്. അത് അടിസ്ഥാന വരങ്ങളെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതാന്തസ്സിനോട് ചേർന്ന രീതിയിൽ ജീവിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പൗരോഹിത്യ അവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ട എനിക്ക് എൻ്റെ കൗദാശിക ജീവിതം, അതിൻ്റെ കൗദാശിയുടെ പരികർമ്മം ചെയ്യുന്നത് അതൊക്കെയും പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എൻ്റെ വചനപ്രഘോഷണം, ഞാൻ ബലിയർപ്പിക്കുന്നത്, അതൊക്കെ ആ അഭിഷേകത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും വളർത്താനും വേണ്ടിയാണ് മറ്റു വരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദർശന വരങ്ങൾ, അല്ലെങ്കിൽ പ്രവചന വരം ഒക്കെ. അത് കോഴിക്കോട് ഭാഗത്ത് ധാരാളമായിട്ട് വളർന്നിട്ടുണ്ട്. അത് വളർത്താൻ വേണ്ടിയിട്ട് നവീകരണ മുന്നേറ്റം വളരെ പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ പ്രത്യേകിച്ച് കോഴിക്കോട് സോണിൻ്റെ ചാർജ് വഹിച്ചിരുന്ന സി ജെ വർക്കിച്ചന്, തുരുത്തിമറ്റത്തിലച്ഛന്, അവരൊക്കെ ഇതിന് വളരെ ശ്രദ്ധിച്ചവരാണ്. ഈ വരദാനങ്ങളിൽ മനുഷ്യരെ വളർത്തണം. സഭയിലുള്ള എല്ലാ അംഗങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ട്. അതുപോലെ സഭയിലെ ഓരോ അംഗത്തിനും ഓരോ ധർമ്മമുണ്ട്, പ്രത്യേകിച്ചുള്ള കടമകളുണ്ട്. അതിനനുസരിച്ചുള്ള പരിശുദ്ധാത്മ അഭിഷേകം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അത് കണ്ടെത്തി അതിനെ വളർത്താനാണ് നവീകരണ മുന്നേറ്റം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഒരാൾക്ക് ഒരു ഗാന ശുശ്രൂഷയായിരിക്കും, ഒരാൾക്ക് വചനം പ്രഘോഷിക്കാനായിരിക്കും, ഒരാൾ പഠിപ്പിക്കാനായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ആത്മായരെ ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വളരെയേറെ വളർത്താനായിട്ട് നവീകരണ മുന്നേറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ വിചാരിക്കുന്നു ഈ ഒരു അടിസ്ഥാനപരത്തോടൊപ്പം അച്ഛൻ്റെ സുവിശേഷ പ്രഘോഷണ വേളയിൽ അച്ഛൻ ഈ സഹായക വരങ്ങൾ, ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ധാരാളം ഉപയോഗിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോയിരിക്കുമ്പോൾ മറ്റുള്ളവർ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്കൊരു പ്രോത്സാഹനജനകമായ കാര്യമായിരുന്നു. അച്ഛനോട് കർത്താവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് എന്നെ അറിയാത്ത ഒരാൾ പറയുമ്പോൾ പിന്നെ ഞാനതിൽ ശ്രദ്ധിക്കുക. അച്ഛൻ ഇന്നൊരു വരവുണ്ട്, ഇന്നൊരു കാര്യം അച്ഛനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരിലും അവർ സംസാരിക്കാൻ വരിക, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരിക. അപ്പോൾ അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും മനസ്സിലാക്കാനും പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. അത് അവരുടെ വ്യക്തി ജീവിതത്തിലെ മാനസാന്തരത്തിനും അവരുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഉറപ്പിക്കാനും ഒക്കെ അത് സഹായകരമായി തീർന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടം ഏറെ സങ്കീർണമാകുന്നു. വരദാനങ്ങളിൽ വളരുക, അവ സുവിശേഷ മുന്നേറ്റത്തിനായി പക്വതയോടെ ഉപയോഗിക്കുക എന്ന ശൈലി നാം സ്വീകരിക്കേണ്ടതാകുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ ഏറെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ബലഹീനർ ശക്തി പ്രാപിക്കുന്നു, ആറിയത് ചൂടാക്കപ്പെടുന്നു, കനലുകൾ തീക്കാറ്റാകുന്നു, കൃപാവരങ്ങൾ ഉജ്ജ്വലിക്കുന്നു. വിശുദ്ധിയോടെ, അതിലേറെ പക്വതയോടെ, വിശ്വസ്തയോടെ, അതിലേറെ തിരുസഭയുടെ പഠനങ്ങൾ ഗ്രഹിച്ച് അവയെ ഇനിയുള്ള കാലഘട്ടത്തിലെ സുവിശേഷ മുന്നേറ്റത്തിനായി ഉപയോഗിക്കുവാൻ നാം ശ്രമിക്കേണ്ടതാകുന്നു എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഈ വ്യക്തിപരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് കൂട്ടായ്മകൾ ആണല്ലോ കരിസ്മാറ്റിക് നവീകരണത്തെ വ്യക്തിപരമായി വളർത്തിയത്. ഒരു വ്യക്തി കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നു, അതേ തുടർന്ന് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ അല്ലെങ്കിൽ എവിടെയായിരിക്കുന്നോ അവിടെ ഒരു കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ഭാഗമാകുന്നു. ആ കൂട്ടായ്മയാണ് ആ വ്യക്തികളെ വീണ്ടും വീണ്ടും വളർത്തുന്നത് നവീകരണത്തിൽ. അച്ഛൻ്റെ ആ പ്രദേശത്ത് അച്ഛൻ പറഞ്ഞ അച്ഛൻ ഇരുന്ന ഇടവകളിലൊക്കെ അങ്ങനത്തെ കൂട്ടായ്മകളാണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. ഇത്തരം കൂട്ടായ്മകളിലൂടെ മനുഷ്യർ വ്യക്തിപരമായി വളർന്ന അനുഭവങ്ങൾ അച്ഛന് ധാരാളമുണ്ട്. പ്രാർത്ഥനാ സമൂഹത്തിൽ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ വേദനകൾ പങ്കുവെച്ചോ
അല്ലെങ്കിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോ ആത്മാവിൽ ശക്തരാകുന്ന അനുഭവങ്ങൾ അച്ഛൻ്റെ കാലയളവിൽ അച്ഛൻ ധാരാളം ദർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിൽ അച്ഛൻ്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു. അച്ഛൻ പല ഇടവുകളിലും കണ്ടിട്ടുണ്ട്. ഈ കൂട്ടായ്മകളിലൂടെ നവീകരണം വളർന്നതിനെക്കുറിച്ച് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചു കൊച്ചു കൂട്ടായ്മകളാണ് മനുഷ്യരെ വളർത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് അച്ഛൻ എന്ത് ചിന്തിക്കുന്നു? അതൊരു ബേസിക്കായിട്ടുള്ള ദൈവാനുഭവം നമുക്ക് കിട്ടി ഒരു നവീകരണ ധ്യാനാനുഭവത്തിലൂടെ. ഉദാഹരണത്തിന് ഒരു പ്രാരംഭ ധ്യാനം കൂടി. അപ്പം അങ്ങനെ അനുഭവം കിട്ടിയ ആൾക്ക് സ്വാഭാവികമായിട്ട് ഈ അനുഭവത്തിൽ വളരണം എന്ന് ഒരാഗ്രഹം ഉള്ളിൽ വരും. ആ വളർച്ച പൂർത്തിയാവുന്നത് ഈ സമൂഹങ്ങളിലാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലാണ്. അപ്പം അതിനാണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സ്ഥാപിക്കപ്പെടുന്നത്. വ്യക്തി ആത്മീയമായി വളരണമെങ്കിൽ അതൊരു സമാന ചിന്താഗതിയുള്ള അനുഭവമുള്ള ഒരു ഗ്രൂപ്പിലേ സാധിക്കുകയുള്ളൂ. അവിടെ ദൈവാനുഭവം പങ്കുവയ്ക്കും, അവിടെ വരദാനങ്ങൾ വളരും, വരങ്ങളിലൂടെ വ്യക്തികൾ പരസ്പരം വളർത്തും. പിന്നെ ആ ആത്മീയ ലെവലിൽ മാത്രമല്ല, ആ കൂട്ടായ്മയിൽ വരുന്നവർ കൂടുതൽ മനസ്സിലാക്കും, അവർ മറ്റുള്ളവരെ സഹായിക്കും, ഭൗതികമായ രംഗത്തും ആത്മീയ രംഗത്തുമൊക്കെ മറ്റുള്ളവരെ സഹായിക്കും. ചുരുക്കത്തിൽ അവർ ആദിമസഭയിലെ ഒരു സംഭവം പറയുന്നത് പോലെ ഒരു മനസ്സും ഒരു ഹൃദയവുമായി മാറുക. അപ്പോൾ അങ്ങനെ ഒരു മനസ്സും ഹൃദയവുമായിട്ട് മാറിക്കഴിയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും അറിയും, ഷെയർ ചെയ്യും, സഹായിക്കും. അപ്പോൾ അങ്ങനെ നല്ല വ്യക്തിബന്ധങ്ങൾ വളർന്നു വരും. അപ്പോൾ ആ വ്യക്തിബന്ധങ്ങൾ വളർന്നു വരുന്നത് ഒരു ആത്മീയ തലത്തിലായതുകൊണ്ട് അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ആ വ്യക്തിബന്ധങ്ങളാണ് മനുഷ്യനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, ആത്മീയമായ കാര്യം കൂടിയാണ്. അവിടെ ഒരാൾക്ക് വിശ്വസിച്ച കാര്യം പറയാം, മറ്റേ ആളെ വളരെ തുറന്ന മനസ്സോടെ അംഗീകരിച്ച് വളരുന്ന ഒരു മനസ്സ്. അപ്പോൾ അങ്ങനെ മാത്രമേ സഭ വളരുകയുള്ളൂ, നവീകരണവും അതുപോലെ മാത്രമേ വളരുകയുള്ളൂ. അങ്ങനെയാണ് ഇത് വളർന്നതും. അതെ, അച്ഛൻ്റെ ഓർമ്മയിലും അനുഭവത്തിലൊക്കെ അങ്ങനെയാണ്. ഇന്നും നിലനിന്ന് പോകുന്നവരൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവർ മാത്രമാണ് വളർന്ന് നിലനിന്ന് പോകുന്നവർ. അല്ലാത്തവരൊക്കെ ഒരു അനുഭവത്തിലേക്ക് വരും, പിന്നെ കൂട്ടായ്മയിൽ വരികയില്ല, സോണുമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ബന്ധമില്ല, അവർ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. നിലനിന്ന് സഭയോട് ചേർന്ന് വളർന്നു വരുന്നവരൊക്കെ ഈ കൂട്ടായ്മയിലായിരിക്കും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച കാര്യമാണ്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കോഴിക്കോട് മേഖലയിൽ ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ പല വൈദികരുടെയും പേര് പരാമർശിച്ചു. തുരുത്തിമറ്റ അച്ഛൻ, എഫ്രൈം പൊട്ടനാനി അച്ഛൻ, ധാരാളം വൈദികർ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നൊരു സ്ഥലമാണ് ഈ മലബാർ. ഇന്നും അവരൊക്കെ തന്നെ ഉണ്ട് താനും. ഈ അങ്ങനെ നവീകരണത്തിലേക്ക് വന്ന വൈദികരായ നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൂട്ടായ്മയെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കൂട്ടായ്മ, വൈദികരുടെ കൂട്ടായ്മ, അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട്? അപ്പോൾ ഇതിൽ പ്രതിപാദിച്ച പല വൈദികരും ഇല്ല, ഒരു മരിച്ചുപോയി. ഈ വൈദികരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. വൈദികരുടെ തന്നെ ഒരു കൂട്ടായ്മയും ഒരു ഷെയറിങ്ങും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് ആരംഭകാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകൾ കുറഞ്ഞു പോയി എന്ന് വേണം പറയാനായിട്ട്. ആരംഭകാലത്ത് അങ്ങനത്തെ കൂട്ടായ്മകളുണ്ടായിരുന്നു. ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്ന വൈദികർ മാത്രം ഒന്ന് ഒരുമിച്ച് വരിക, ഒന്ന് കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക, ഒന്ന് സ്നേഹം പങ്കുവയ്ക്കുക, അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് ഒരു കരിസ്മാറ്റിക് വൈദികൻ എന്ന വണ്ണം അച്ഛനെ പോലുള്ളവർക്ക് വ്യക്തിപരമായി വളരാനും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തിലേക്കൊക്കെ വരാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടാകും. അതെ, വൈദികരാകുമ്പോൾ അവർക്ക് ആ ഒരു മേഖലയിലാണ് തുറന്ന് ഇടപെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പരസ്പരം വളർത്താനായിട്ട് വളരെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഒരു കുറവുണ്ടായാലും അത് തിരുത്താൻ, ഒന്ന് തിരുത്തി കൊടുക്കാൻ, അത് സ്വീകരിക്കാനൊക്കെ വളരെ നല്ല സാഹചര്യമാണ് വൈദികരുടെ കൂട്ടായ്മ. അച്ഛൻ കുറച്ചുകൂടി ഒരു വ്യക്തിപരമായൊരു ചോദ്യം. അച്ഛൻ വളരെ ശാന്തനായ ഒരു വൈദികനായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാമല്ലോ, കരിസ്മാറ്റിക് നവീകരണത്തിൽ കർത്താവിനെ കേട്ട് കർത്താവ് പറയുന്നത് ചെയ്യുക, അതിനൊരു ശാന്തത വളരെ അത്യാവശ്യമാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഈശോ പറഞ്ഞു, ഞാനത് ചെയ്തു, കർത്താവ് എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാനതുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനത്തെ അച്ഛൻ്റെ ഒരു ജീവിത ശൈലിയെക്കുറിച്ച് അച്ഛനൊന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ പറയുമ്പോൾ നമ്മളോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശാന്തമായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ അങ്ങ് പ്രവർത്തിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് കേട്ട് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് അതിൽ ഇടപെടാൻ വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ മതി, ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതി എന്ന് മനസ്സിൽ തോന്നുന്നു, അതുപോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ സാധാരണ മനസ്സിൽ തോന്നി അങ്ങനെ ഒരു നൈസർഗികമായ രീതിയിലുള്ള ശൈലിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു പലരുമൊക്കെ അങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തു, അത് അവരെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്.
എന്നെ സംബന്ധിച്ച് നേഴ്സുമാർക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഞാനത് പ്രവർത്തിക്കുന്നു, അപ്പോൾ അത് മനോഹരമായി പൂർത്തിയാവുന്നു. വലിയ പ്രശ്നങ്ങളായിരിക്കും, അത് വളരെ ശാന്തമായിട്ട് വളരെ കൂളായിട്ട് പരിഹരിക്കപ്പെടുന്നു. അത് ദൈവം ഇടപെടാൻ വേണ്ടി ഞാൻ സമ്മതിക്കുക, എന്നിട്ട് ശാന്തമായിട്ട് നിൽക്കുക. അല്ല, മനസ്സിൽ അച്ഛന് തോന്നുന്നത് കർത്താവ് തോന്നിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തയോടെയല്ലേ വിട്ടുകൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ സമർപ്പിച്ചാണല്ലോ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കർത്താവ് എന്നെ അങ്ങനെ പ്രവർത്തിക്കാനാണ് തോന്നിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻ്റെ കാര്യമില്ല, അത് കർത്താവ് പൂർത്തിയാക്കിക്കോളും. അതിന് വേണ്ട സമയത്ത് വേണ്ട ആളുകൾ വരും, വേണ്ടതുപോലെ പ്രവർത്തിച്ചോളും. നീ നിന്ന് കൊടുത്താൽ മതി, ബാക്കി ദൈവം പൂർത്തിയാക്കും. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട, ഉത്കണ്ഠ വേണ്ട. ആ രീതിയിലാണ് എൻ്റെ മനസ്സ് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു ജീവിതശൈലിയാണത്. തമ്പുരാൻ്റെ മുമ്പിൽ തമ്പുരാൻ ചെയ്യും, ഞാൻ നിന്ന് കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിലെ ധാരാളം അനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. അച്ഛനെ കർത്താവ് നടത്തിയ വഴികൾ, അച്ഛൻ ഈശോയോടൊത്ത് ജീവിച്ചത്, അച്ഛൻ നവീകരണത്തോട് അച്ഛനുണ്ടായ സ്നേഹം, അതിനുവേണ്ടി അച്ഛൻ വില കൊടുത്തത്, ഇതെല്ലാം അച്ഛൻ്റെ അനുഭവങ്ങളെല്ലാം ഞങ്ങൾക്കേറെ ഞങ്ങളെ തന്നെ ചിന്തിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് അച്ഛനിൽ നിന്ന് ഒത്തിരി സ്വീകരിക്കാൻ ഉണ്ട്. അച്ഛൻ്റെ ഈ വലിയ വാക്കുകൾക്ക് പ്രത്യേകം ഷാലോമിൻ്റെ മുഴുവൻ പ്രേക്ഷകരുടെയും പേരിൽ അച്ഛന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. തികഞ്ഞ പക്വതയോടെ നമ്മെ നയിച്ച ഈ വൈദികന്റെ കാഴ്ചപ്പാടുകൾ തുടരും. കരങ്ങളിൽ ഏന്തിയ ഈ ജപമാലമണികൾ ഇന്നും മാധ്യസ്ഥ്യം വഹിക്കുന്നത് നവീകരണ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാകുന്നു. മോശയെപ്പോലെ വിശ്വാസകരുത്തിൽ ഒരു സമൂഹത്തെ നയിച്ച ഈ വൈദികന്റെ കാലടിപ്പാടുകൾ നമുക്കും പിന്തുടരാം. സൈമൺ വള്ളോപ്പള്ളി അച്ഛൻ എന്ന ഈ പിതാവിൻ്റെ തണൽ എന്നും നമുക്ക് ശക്തിയും സംരക്ഷണവുമാകുന്നു. കാരണം അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ശൈലിയാകുന്നു. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാൻ എൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, പാടുവാൻ എൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാൻ എൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, പാടുവാൻ എൻ വചനം